ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എങ്ങനെ ഇവിടെ കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഞാനത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. കോവയ്ക്ക ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിന് നമുക്ക് വേണ്ടിയത് കോവയ്ക്ക, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, സവാള ഉള്ളി, പിന്നെ കടുക്, ജീരകം. ഇത്രയും വിഭവങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറായിട്ട് വിധം നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനി ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതാക്കുക. ഫ്രൈങ് പാനിലോട്ട് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിടുക. വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഇടുക. ആദ്യം എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുന്ന നേരത്ത് നമുക്ക് ഈ 2 ചേരുവകൾ ചേർക്കണം. അപ്പോൾ അത് നല്ലപോലെ ആദ്യം ഒന്ന് ചൂടാകട്ടെ. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലേ കടുക് പൊട്ടത്തുള്ളൂ. എണ്ണ നല്ലപോലെ ചൂടായി. ഇപ്പോൾ നമുക്ക് ഇത് ഇടാം. കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. വെളുത്തുള്ളി പച്ചമുളകും. നമ്മളിതിൽ ഇഞ്ചി ഇടത്തില്ല. പച്ചമുളകും വെളുത്തുള്ളി അതുപോലെ ഒന്ന് വഴറ്റി വരണം. ഇനി ഇതിൽ നമ്മൾ സവാള ഇടണം. ഇതുപോലെ നമുക്ക് സവാള ഇടാം. ഒന്ന് മൂത്ത് വരുന്ന നേരം നമുക്ക് കോവയ്ക്ക ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇതിൽ ഈ ഒരു കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാൻ. ഒരുപാട് തിന്നായിട്ടോ ഒരുപാട് കട്ടിയായിട്ടോ അരിഞ്ഞെടുക്കാതെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിവേപ്പില ഇതിൽ ചേർക്കുന്നുണ്ട്. എല്ലാം കരിവേപ്പില ചേർക്കണം. കുറച്ച് കരിവേപ്പില കഴുകി വൃത്തിയാക്കി നമ്മൾ ഇട്ടേക്കുന്നത് ചേർത്തിടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കോവയ്ക്ക ഫ്രൈ നമ്മൾ ഇവിടെ തയ്യാറാക്കുവാണ്. നമുക്കിത് ആക്ച്വലി ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് മൂട്ടിപ്പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിൽ നമ്മൾ 1 സ്പൂൺ ഉപ്പും മഞ്ഞളും ചേർക്കണം. ഞാനിത് 1 സ്പൂൺ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ലോ ഫ്ലെയിമിലായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കും. ഇത് കോവയ്ക്ക ഫ്രൈയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് വേണ്ട. നമ്മൾ നല്ലപോലെ ഇത് ഇളക്കി എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടിച്ചു വെക്കും. ഇതുപോലെ ലോ ഫ്ലെയിമിൽ നമ്മൾ അടിച്ചു വെച്ച് മൂപ്പിച്ച് എടുക്കണം. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിൽ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകം ഫെനൽ സീഡ്സ് പൊടിച്ചത്
എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് ഇതിൽ ചേരുവകൾ ചേർത്ത് നമുക്ക് ആ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് ഇടണം, കോവയ്ക്ക ഫ്രൈക്കകത്ത് ഇടണം. എല്ലാം കൂടി ചേരുവകൾ ചേർത്തിട്ട് നല്ലപോലെ നല്ല രുചിയായിട്ട് നമുക്കത് കഴിക്കാനായിട്ട് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്താലേ നമുക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. സ്പൂൺ തേങ്ങയും കൂടി ഇടണം, എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി വരിക. എല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ അസൽ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയാവുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതാ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡിയായത്. ഇത് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ കോവയ്ക്ക ഫ്രൈ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടാത്ത വരെ അവർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.